നമസ്കാരം. ഏവർക്കും വിവര ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രകൃതിയും നമ്മുടെ പ്രപഞ്ചം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തരുമെന്നാണ് പറയുന്നത്. അതുപോലൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മോദി വേ എന്ന് പറഞ്ഞ മോദി വേ കമ്പനി നമുക്ക് മീൽ റീപ്ലേസ്മെൻറ്റ് ന്യൂട്രീഷണൽ ഷേക്ക് എന്ന് പറഞ്ഞിട്ട് ഷേപ്പ് ഷിഫ്റ്റ് സൊല്യൂഷൻ എന്ന പേരിൽ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കി. അതിനകത്തുള്ളത് 25 എസെൻഷ്യൽ വൈറ്റമിൻസും ഹൈ ക്വാളിറ്റി പ്രോട്ടീനും പ്രോബയോട്ടിക്സ്. എന്താണ് പ്രോബയോട്ടിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള നല്ല ദഹനത്തിന് സഹായിക്കുന്ന ഏറ്റവും നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കലാണ് അതിൻ്റെ പണി. തൈര് കഴിക്കുമ്പോൾ നമുക്കത് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കുറച്ച്. പ്രോബയോട്ടിക്സ് വളരെ ഭയങ്കര എഫക്റ്റീവായിട്ട് അതിലുണ്ടാകുന്നു. പിന്നെ എൻസൈംസും ഡയറ്ററി ഫൈബേഴ്സൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഫാറ്റ് ബേണർ ക്യാപ്സ്യൂൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കൊടംപുളിയുടെ എക്സ്ട്രാക്റ്റും കോഫി ബീനും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഈ ഫാറ്റ് ബേണർ ക്യാപ്സ്യൂളാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മീൽ റീപ്ലേസ്മെൻറ്റ് ന്യൂട്രീഷണൽ ഷേക്ക് കഴിക്കാവുന്നതാണ്. അത് 300 ml സ്കിംഡ് മിൽക്കിനകത്താണ് കലക്കി കുടിക്കുന്നത്. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ നമുക്ക് ഒരു ഫാറ്റ് ബേണർ പ്രീമിക്സ് ഒരു പൗഡറായിട്ട് രൂപത്തിൽ അതും അത് തന്നെയാണ്, സെയിം സാധനം. കൊടംപുളി എക്സ്ട്രാക്റ്റും കോഫി ബീനും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റുമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടായ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫെബ്രുവരി 8-നാണ് അവരത് ലോഞ്ച് ചെയ്തത്. അന്ന് മുതൽ ഞാൻ കഴിക്കാൻ തുടങ്ങി. അപ്പം എനിക്കിപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീക്കിലി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വീക്കിലി എനിക്ക് 1/2 കിലോ വീതം കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ കാലുകളെ താങ്ങാനുള്ള ശക്തിയാണോ, നമ്മുടെ കാലുകൾക്ക് നമ്മുടെ ബോഡിയെ താങ്ങാനുള്ള ശക്തി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പൊതൂർ പോലെ തടി വെച്ച് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കാലുകൾക്ക് നമ്മളെ താങ്ങാൻ വയ്യാതാവുമ്പോൾ എവിടെയെങ്കിലും ഇരുന്നു പോകാനുള്ള അവസ്ഥ വരാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനകത്താണെങ്കിൽ 8 തരം ഫ്ലേവറിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, മാംഗോ, ബനാന, കോക്കനട്ട്, കുൽഫി, രസ്മലായി, റൈസ് ഗിർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവേഴ്സായിട്ട് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരം ഫ്ലേവറിൽ ഇത് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഭയങ്കര തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുവാണ്. എങ്ങോട്ടാണ് ഓടുന്നതെന്ന് അവർക്കറിയില്ല. അവർ ഷുഗറിന് മരുന്ന് കഴിക്കാനൊക്കെ ആശുപത്രിയിൽ വരുന്നവരാണ്. അതൊന്നും മേടിക്കാൻ നേരമില്ലാതെ ഓടുക. ആർക്ക് വേണ്ടിയാണ് അതും അറിയില്ല. ഇങ്ങനെ ഓടിയിട്ട് എന്താ കാര്യം? അവനവൻ ഭക്ഷണം, ഒരു ഗ്ലാസ് ചായ പോലും ആസ്വദിച്ച് കുടിക്കാൻ കഴിവില്ലാതെ, എന്നാൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ആ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ച് അവർ ഒരുതരം വണ്ടിക്കാളെ പോലെ ഓടിക്കൊണ്ടിരിക്കുക. ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പം പലരും എൻ്റെ വീട്ടുകാർ തന്നെ നമുക്കെതിരാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കുറയും. കാരണം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരം നമുക്ക് ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടിയൊക്കെ വരും. കാരണം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടെന്നല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി ചിലവാക്കി കഴിയുമ്പോൾ അടുത്ത ഓരോ തീരുമാനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യമുള്ളത് അത് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിയുമ്പോൾ മറ്റുള്ളവർക്കും അതുപോലെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പം എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സീരിയലെങ്കിലും
ഒരെണ്ണമെങ്കിലും ഒഴിവാക്കിയിട്ട് ആ 1 മണിക്കൂർ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ, ഇതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടണം അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. വെറുതെ ഒന്ന് ശ്വാസം ശ്രദ്ധിച്ച് വെറുതെ ഒന്നിരുന്നാൽ മതി. അപ്പം ശരീരം പറയുന്നത് നമുക്ക് കേൾക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് ലവിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാമോ, ഒരു 400ഓളം ഹാർട്ട് സർജറികൾ ചെയ്തിട്ട് ഒരു 45 വയസ്സുള്ള ഹാർട്ട് സർജൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആവശ്യത്തിന് വരുന്നുണ്ട്, പക്ഷെ അതുപോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ ബോഡീനെ നോക്കാണ്ട് എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. ആദ്യം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി സഹായം ചെയ്യുക. സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും സ്നേഹിക്കുകയും വേണം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ 1 മണിക്കൂറെങ്കിലും സ്വന്തം ജീവിതത്തിന് വേണ്ടി കൊടുത്തിട്ട് വളരെ നല്ല സ്വപ്നങ്ങളൊക്കെ നെയ്ത് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.